വന്യമൃഗാക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇടുക്കി രൂപതയുടെ പ്രമേയം. ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾക്ക് നിസ്സംഗതയാണ്. കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട് മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണ്. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്നും രൂപത പ്രമേയത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന് ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കുറ്റപ്പെടുത്തി. ആവശ്യപ്പെടുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. അവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് സർക്കാർ ശ്രദ്ധിക്കണം. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിന് ഉള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പുതുക്കി കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പരിഷ്കരിക്കണം. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഇടുക്കി രൂപതയുടെ പ്രമേയത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നികേഷ് കുമാർ, ഇടുക്കി രൂപത ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള വന്യജീവി ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് രൂപത ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. രൂപതയുടെ വൈദിക സമിതിയാണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം അടക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇടുക്കി രൂപത മുന്നോട്ട് വെക്കുന്നത്. അല്പം മുമ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അടക്കം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. മാങ്കുളത്തെ പള്ളി വികാരിയെ അടക്കം അസഭ്യം പറയുന്ന തരത്തിലേക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ട്. അത് വെച്ചുപൊറുപ്പിക്കുവാൻ കഴിയില്ല. ഇല്ലെങ്കിൽ അത്തരം നിലപാടുകളെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഇടുക്കി ജില്ലയിലുള്ളത്. അതിനുള്ള ശക്തമായ പ്രതിഷേധം ഇടുക്കി രൂപത രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ശക്തമായ സമരത്തിലേക്കടക്കം നീങ്ങുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇടുക്കി രൂപത സർക്കാരിന് നൽകുന്നു, ഇരു സർക്കാരുകൾക്കും നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അത് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇടുക്കി രൂപത നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രമേയത്തിലൂടെ ഏറ്റവും പ്രധാനമായി നമുക്ക് സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.